വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. നമ്മൾ ഡാറ്റാബേസിൽ ഇൻസേർട്ടും അപ്ഡേറ്റും ഒക്കെ പഠിച്ചപ്പോൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ സെലക്ട് ഉപയോഗിച്ചു. സെലക്ട് ക്വറി, അതായത് ഒരു ഡാറ്റാബേസിലുള്ള ഡാറ്റ കാണാൻ വേണ്ടിയിട്ടാണ് സെലക്ട് ക്വറി ഉപയോഗിക്കുന്നത്. അപ്പൊ അത് MySQL സെലക്ട് ക്വറിയിലുള്ള ഡിഫറെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെലക്ട് എന്ന് പറയുന്നത് സെലക്ട് സ്റ്റാർ എന്ന് പറഞ്ഞ ക്വറിയാണ്. അപ്പൊ നമ്മൾ എംപ്ലോയീസിലുള്ള കംപ്ലീറ്റ് ഡാറ്റ കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്? സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിൾ ആണ്. ആ ടേബിളിലുള്ള എല്ലാ റോസും കാണണം, അതേപോലെ തന്നെ എല്ലാ കോളംസും കാണണം. അതിൽ ഏതൊക്കെ കോളംസ് ഉണ്ട് അത് മൊത്തം കാണണം. അപ്പൊ അത് സെലക്ട് ചെയ്ത് ഞാൻ റൺ ചെയ്യണം. റൺ ചെയ്യുമ്പോൾ ആ ഒരു ടേബിളിൽ എന്തൊക്കെ കോളംസ് ഉണ്ട്? എംപ്ലോയി ഐ ഡി ഉണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ID ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ 3 റോസ് ആണുള്ളത്. അപ്പൊ എല്ലാ ഡാറ്റയും കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് സെലക്ട് സ്റ്റാർ എന്ന് പറയുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സെലക്ട് ക്വറി എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഫീൽഡ് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പെർഫോമൻസ് ഇഷ്യൂ. നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റയും അല്ലെങ്കിൽ ഒരുപാട് കോളംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോളംസ് ആവശ്യമില്ലാത്ത കോളംസ് ഉപയോഗിക്കുന്നതാണ് പെർഫോമൻസ് അത്രയും ക്വറി ചെയ്തെടുക്കാൻ ടൈം എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സെർവർ കോസ്റ്റ് വരും. നമ്മൾ ക്ലൗഡിലൊക്കെ ആകുമ്പോൾ അതിന്റെ പേയ്മെന്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അത്രയും നമ്മൾ അതിന്റെ CPU യൂട്ടിലൈസ് ചെയ്തതുകൊണ്ട് അതിനനുസരിച്ചുള്ള പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. ഇനി അതല്ല, നമ്മൾ അത്രയും ഡാറ്റ, അനാവശ്യമായിട്ടുള്ള ഡാറ്റ, ഉദാഹരണത്തിന് എന്തെങ്കിലും സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഒക്കെ അനാവശ്യമായ സ്ഥലത്ത് എക്സ്പോസ് ചെയ്യുന്നതോടെ അതെന്ത് ചെയ്യും? ഹാക്കേഴ്സിനൊക്കെ ഉള്ള ഒരു ലൂപ്പ് ഹോൾ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഡാറ്റ മാത്രം സെലക്ട് ചെയ്ത് ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കോളം ലെവൽ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മാത്രമാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഫീൽഡ് സ്റ്റാറിന് പകരം കോമ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഫീൽഡ് മാത്രം സെലക്ട് ചെയ്യുക. അപ്പൊ അതിനുള്ള ഒരു ക്വറിയാണ് സെലക്ട് ഫസ്റ്റ് നെയിം കോമ ലാസ്റ്റ് നെയിം ഫ്രം എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വറി കാണുമ്പോൾ ആർക്കും വേണമെങ്കിലും അസ്യൂം ചെയ്യാം, അതിന്റെ റിസൾട്ട് കാണുമ്പോൾ ഈ ഒരു ടേബിളിൽ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ട്, ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ട് എന്നുള്ള അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സെക്യൂരിറ്റി കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽഡ് നെയിംസ്, നിങ്ങൾ ടേബിളിലുള്ള ഫീൽഡ് നെയിംസ് അങ്ങനെ തന്നെ നിങ്ങൾ APIയിലോ അല്ലെങ്കിൽ ക്വറിയിലോ ഒക്കെ എക്സ്പോസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഫീൽഡ് നെയിം മാറ്റി കൊടുക്കാം. അത് റിസൾട്ടിൽ മാറ്റി കൊടുക്കാം. ആക്ച്വലി നിങ്ങളുടെ ഫീൽഡ് നെയിം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ആയിരിക്കും, പക്ഷെ റിസൾട്ടിൽ കാണുന്ന വേറെ ഫീൽഡ് നെയിം ആയിരിക്കും. അത് നമ്മൾ നേരത്തെ ജോയിൻ ഒക്കെ ചെയ്തപ്പോൾ ടേബിളിന് ആസ് എന്ന് പറഞ്ഞിട്ട് അലിയാസ് കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ഫീൽഡ് ലെവലും നിങ്ങൾക്ക് അലിയാസ് കൊടുക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് നെയിം ആസ് F_name, ലാസ്റ്റ് നെയിം ആസ് L_name. ഇങ്ങനെ കൊടുക്കുന്നതോടെ നിങ്ങൾ കുറച്ചും കൂടെ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്തു. അപ്പൊ നിങ്ങൾ അത് റീനെയിം ചെയ്തു. ഇനി മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ നെയിം ആണ് വേണ്ടതെന്ന് വിചാരിക്കും. ഇവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ആണ് എടുക്കുന്നത്. ഫുൾ നെയിം ആണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺകാറ്റിനേറ്റ് ചെയ്യാം. അപ്പൊ കോൺകാറ്റ് എന്ന് പറഞ്ഞ MySQL ഫംഗ്ഷൻ ഉണ്ട്. കോൺകാറ്റ് മുമ്പ് നമ്മൾ കണ്ടതാണ്. ആ ഫംഗ്ഷനിലേക്ക് ഏതൊക്കെ ഫീൽഡ് ആണോ കോൺകാറ്റ് ചെയ്യേണ്ടത് ആ ഫീൽഡ് കോമ സെപ്പറേറ്റഡ് ആയിട്ട് പാസ് ചെയ്യാം. അതിവിടെ നിങ്ങൾക്ക് വേണ്ടത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ആണ് കോൺകാറ്റിനേറ്റ് ചെയ്ത് വേണ്ടത്. അത് ജോയിൻ ചെയ്ത് വരണം. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് സെപ്പറേറ്റ് അല്ലാതെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കോൺകാറ്റ് എന്ന് പറഞ്ഞ MySQL ഫംഗ്ഷനുള്ളിലേക്ക് ഏതൊക്കെ ഫീൽഡാണ് ഫസ്റ്റ് നെയിം കോമ ലാസ്റ്റ് നെയിം ആ രണ്ട് ഫീൽഡ് പാസ് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, അതിന്റെ ഫീൽഡ് നെയിം നമ്മൾ വന്നിട്ടുള്ള റിസൾട്ടിൽ വന്നിട്ടുള്ള കോൺകാറ്റ് ഓഫ് ഫസ്റ്റ് നെയിം കോമ ലാസ്റ്റ് നെയിം എന്നാണ്. അപ്പൊ അത് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് ആ ഒരു റിസൾട്ടിനെ നമ്മൾ അലിയാസ് ചെയ്യണം. ആസ് എന്താണ്? ഫുൾ നെയിം എന്ന് പറഞ്ഞ പേരിലേക്ക് അതിനെ മാറ്റണം. അങ്ങനെയാണെങ്കിൽ അത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വറി ആയിരിക്കുള്ളൂ. ഇനി അടുത്തത് എന്ന് പറയുന്നത്, റിസൾട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കാണ് ജോൺ ഡോ സ്പേസ് ഇല്ല, ജെയിൻ ഡോ സ്പേസ് ഇല്ല, ആലി സ്മിത്ത് സ്പേസ് ഇല്ല. അപ്പൊ ആ സ്പേസ് കൂടെ നമ്മൾക്ക് ആഡ് ചെയ്യണം. അപ്പൊ കോൺകാറ്റിനേറ്റ് ചെയ്യുന്ന എന്തൊക്കെ തമ്മിലാണ് കോൺകാറ്റിനേറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം, പിന്നെ അതേപോലെ ഒരു സ്പേസും കൂടെ വേണം എന്നുള്ള കൊടുക്കാൻ വേണ്ടിയിട്ട് കോമട്ട് ഫസ്റ്റ് നെയിമിനും ലാസ്റ്റ് നെയിമിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്പേസ് കൂടെ ചേർക്കും. അപ്പൊ ആദ്യം ഫസ്റ്റ് നെയിം എടുക്കും, എന്നിട്ട് അതിൻ്റെ കൂടെ സ്പേസ് ചേർക്കും, എന്നിട്ട് ലാസ്റ്റ് നെയിം ചേർക്കും. അതായിരിക്കും ഫുൾ നെയിമിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അത് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് MySQLന്റെ ഫീൽഡ് ലെവലിൽ ഡാറ്റ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് ആവശ്യമുള്ള ഡാറ്റ മാത്രം എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത നമുക്ക് പ്രൊഡക്ട്സിൽ ഡാറ്റ ഉണ്ടല്ലോ. പ്രൊഡക്ട്സ് നമുക്ക് ആ ഒരു പ്രൊഡക്ട്സ് ടേബിൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ് ആയിരിക്കും. സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ്. അപ്പൊ അതിന്റെ കുറെ ഞാൻ ആദ്യം സെലക്ട് സ്റ്റാർ ഫ്രം പ്രൊഡക്ട്സ്. അപ്പൊ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും വന്നിട്ടുണ്ട്.